എന്റെ ഫേസിൽ അത്യാവശ്യം നല്ല ഡാർക്ക് സ്പോട്ട്സും പിമ്പിൾസും ഉണ്ടായിരുന്നു. എന്നെ നേരിട്ട് കാണുന്നവർക്ക് അത് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ ക്യാമറയുടെ ഫ്രണ്ടിൽ അധികം അങ്ങനെ വിസിബിൾ അല്ല. എന്റെ ഫേസിൽ ആക്റ്റീവ് ആയിട്ടുള്ള പിമ്പിൾസിനെക്കാട്ടി കൂടുതൽ ഡാർക്ക് സ്പോട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മെയിൻ ആയിട്ടുള്ള കാരണം ഞാൻ ഈ പിമ്പിൾസ് പൊട്ടിക്കുന്നോണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ വന്നതിന് പുറത്ത് തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഡാർക്ക് സ്പോട്ട് ആവും. പിന്നെ എനിക്കിതൊരു പുതുമയല്ല. എനിക്ക് ഇങ്ങനെ വരും, അത് അത്യാവശ്യം നന്നായിട്ട് ഫെയ്ഡ് ആവും, പിന്നെയും വരും. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഞാൻ ഇപ്പോഴാണ് കണ്ടുപിടിച്ചതെന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം അത്യാവശ്യം നന്നായിട്ട് പിമ്പിൾസ് കൺട്രോൾ ആവുന്നുണ്ട്, അതുപോലെ തന്നെ അതിന്റെ മാർക്സ് ഫെയ്ഡ് ആവുന്നുണ്ട്, അതായത് ഡാർക്ക് സ്പോട്ട്സ്. ഞാൻ യൂസ് ചെയ്ത ഒരു ഫാർമസി ക്രീമാണിത്. ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് പിമ്പിൾസ് പോയില്ല, കുറെയൊക്കെ ഫാസ്റ്റ് ആയിട്ട് ഫെയ്ഡ് ആവുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ഫെയ്ഡ് ആയി കഴിയുമ്പോൾ ഞാൻ ഇത് ഏതാ ക്രീമെന്നും എങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പിമ്പിൾസ് കൺട്രോൾ ചെയ്തതെന്നും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്റെ സ്കിന്നിൽ ഇപ്പൊ പിമ്പിൾസ് വരാനുള്ള കാരണം പോൺസിന്റെ ലൈറ്റ് ജെല്ല് എല്ലാവരും യൂസ് ചെയ്യുന്ന, എല്ലാ സ്കിന്നിനും പറ്റുന്ന, എല്ലാവരും വിശ്വസിക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ഞാനും യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇതിന് മുന്നേ. അപ്പോഴും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്റെ ഫേസിൽ എന്തിട്ടാലും പിമ്പിൾസ് വരാൻ തുടങ്ങി. സ്കിൻ ബാരിയർ ഡാമേജ് ആയി, കുറച്ച് സെൻസിറ്റീവ് ആയി, ഡ്രൈ ആയി, അങ്ങനെ പല പല രീതിയിൽ സ്കിന്ന് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒന്നും യൂസ് ചെയ്യാതെ എല്ലാം കുറച്ച് ഫാർമസി ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കൺട്രോൾഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് കൂടുതൽ അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചേക്ക്.